ഡെഡിക്കേഷനാണ് ചിത്രീച്ച് പാടിയ ഉമ്മാൻ്റെ കാലടി പാടിൻ്റെ കുറച്ച് വെച്ചു. മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാനും പോലെ വേറൊരു കൂട്ടുണ്ടോ താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാനും പോലെ വേറൊരു കൂട്ടുണ്ടോ സ്വർഗീയ പൂന്തട്ട് ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കാവാണ് ഉമ്മ സഹനക്കടലാണ് സ്നേഹക്കാവാണ് ഉമ്മ സഹനക്കടലാണ് ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി ഒരുമതിയാം മുത്ത മുഹമ്മദ് തൂമൊഴിയുള്ളിലുറച്ചോളി അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ ആയിരം കൂട്ടുമകന്ന് സ്വന്തം ചുറ്റുമലായിടുമോ ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി ഒരുമതിയാം മുത്ത മുഹമ്മദിൻ തൂമൊഴിയുള്ളിലുറച്ചോളി. രജബ് മാസനിലാവ് പോലെ കവിളിൽ ഒളിവുള്ള ലോരെ കാത്തിരിക്കും മാരനെ നീ ഇന്നു പെണ്ണാണ് ചുണ്ടിൽ മധുരമെല്ലാം മാരനെ നീ നൽകു പൂമോളെ രജബ് മാസനിലാവ് പോലെ കവിളിൽ ഒളിവുള്ള ലോരെ കാത്തിരിക്കും മാരനെ നീ ഇന്നു പെണ്ണാണ് ചുണ്ടിൽ മധുരമെല്ലാം മാറത് നീ നൽകു പൂമോളെ കഞ്ചകപ്പൂമുഞ്ചു കണ്ട് നെഞ്ചിനൊരു പിടിയാച്ച പൂണ്ട് മഞ്ചളേറി വന്നു നിന്റെ മുത്തിപ്പൂമാരൻ കഞ്ചകപ്പൂമുഞ്ചു കണ്ട് നെഞ്ചിനൊരു പിടിയാച്ച പൂണ്ട് മഞ്ചളേറി വന്നു നിന്റെ മുത്തിപ്പൂമാരൻ പാട്ടും കൂട്ടുമായി എത്തി നിന്റെ രജബ് മാസനിലാവ് പോലെ കവിളിൽ ഒളിവുള്ള ലോരെ കാത്തിരിക്കും മാരനെ ഇന്നു പെണ്ണാട് ചുണ്ടിൽ മധുരമെല്ലാം മാറത് നീ നൽകു പൂമോളെ താമരപ്പൂമാല കാട്ടി മണിമതിപ്പൂ പെണ്ണൊരുങ്ങി കണ്ണിനെന്തിന് കള്ളനാണം പിടപിടക്കുന്നു താമരപ്പൂമാല കാട്ടി മണിമതിപ്പൂ പെണ്ണൊരുങ്ങി കണ്ണിനെന്തിന് കള്ളനാണം പിടപിടയ്ക്കുന്നു മാരനെ പാടാനാം തുടി തുടിക്കുന്നു രജബ് മാസനിലാവ് പോലെ കവിളിൽ
ചെന്നു നിൽക്കൂ മനസ്സിരിമ്പത്തെ നിറയ്ക്കൂ മാറനായി കൽവിരുന്നൊരു മെത്തടിയിരിക്കും മധുരം നെയ്തമേനി നൂറുമേനി കവിത രചിക്കും രജബ് മാസനിലാവ് പോലെ കവിളിൽ ഒളിവുള്ളതോടെ കാത്തിരിക്കും മാറനേനി ഇന്ന് പെണ്ണാട് ചുണ്ടിൽ മധുരമെല്ലാം മാറനേ നീ നൽകു പോവോടെ
കയറുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പണിക്കുമ്പ് കയറുന്നേ ഓരം മറയുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പണിക്കുമ്പ് കയറുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പണിക്കുമ്പ് കടന്നോരും വിദ്യക്കകലിറക്കുന്നേ നിറമാനം ഇരുട്ടുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പണിക്കുമ്പ് കടന്നോരും വിദ്യക്കകലിറക്കുന്നേ നിറമാനം ഇരുട്ടുന്നേ ആവോ നാവായോ ഒരു പള്ളിക്കുന്നിലെ മുറ്റത്ത് പല മുറി മരമൊന്നേ പള്ളിക്കുന്നിലെ മുറ്റത്തെ പല മുറി മരമൊന്നേ ഒപ്പൻ തുമ്പി ചുഴക്കുന്നേ കടുവാക്കണ്ട കലക്കുന്നേ ഒപ്പൻ മരമരക്കാടുന്നേ പലകടക്കുന്നേ ഒപ്പൻ തുമ്പി ചുഴക്കുന്നേ കടുവാക്കണ്ട കലക്കുന്നേ ഒപ്പൻ മരമരക്കാടുന്നേ പലകടക്കുന്നേ ആവോ
ഓമന ചുണ്ടത്ത്
കൊച്ചിയിലെങ്ങും പെണ്ണില്ല എന്ന ഗാനവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു അൻവർ സ്വാദർ. കൊച്ചിയിലെങ്ങും പെണ്ണില്ല, കോഴിക്കോട്ടും പെണ്ണില്ല, കൊയിലാണ്ടി ചെന്ന ഞമ്മള് പെണ്ണിനെ കണ്ട്. വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്, വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്. കൊച്ചിയിലെങ്ങും പെണ്ണില്ല, കോഴിക്കോട്ടും പെണ്ണില്ല, കൊയിലാണ്ടി ചെന്ന ഞമ്മള് പെണ്ണിനെ കണ്ട്. വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്, വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്. അല്ലിക്കത്തും കുമ്മത്തും കാതിലുണ്ട്, അരിമുല്ല പണ്ടങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. അറബിക്കാർ തോൽക്കുന്നൊരറിവുമുണ്ട്, അറബിക്കാർ തോൽക്കുന്നൊരറിവുമുണ്ട്. പെണ്ണിന് കവിളത്തോരരിമ്പാറ കുരുന്നുമുണ്ട്, പെണ്ണിന് കവിളത്തോരരിമ്പാറ കുരുന്നുമുണ്ട്. കൊച്ചിയിലെങ്ങും പെണ്ണില്ല, കോഴിക്കോട്ടും പെണ്ണില്ല. പിന്നെ എവിടെയാ പെണ്ണുള്ളത്? അബുദാബിയിലാണോ, ഷാർജയിലാണോ, ദുബൈയിലാണോ? അബുദാബി, അബുദാബി, ആ അബുദാബി. കൊച്ചിയിലെങ്ങും പെണ്ണില്ല, കോഴിക്കോട്ടും പെണ്ണില്ല, അബുദാബി ചെന്ന ഞമ്മള് പെണ്ണിനെ കണ്ട്. വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്, വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്. മയിൽ പീലി കണ്ണന്റെ മനസ്സിൽ കൊണ്ട്, മധുരിച്ച മധു ഉണ്ണാൻ കുണുന്തമ്പുണ്ട്. മണിമഞ്ചമൊരുക്കവേ പിടഞ്ഞു ചിത്തം, മണിമഞ്ചമൊരുക്കവേ പിടഞ്ഞു ചിത്തം. ഞമ്മള് മണവാട്ടിക്കേകിയൊരു മധുരമുത്തം, ഞമ്മള് മണവാട്ടിക്കേകിയൊരു മധുരമുത്തം. കൊച്ചിയിലെങ്ങും പെണ്ണില്ല, കോഴിക്കോട്ടും പെണ്ണില്ല, അബുദാബി ചെന്ന ഞമ്മള് പെണ്ണിനെ കണ്ട്. വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്, വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്. അയലത്തെ പെണ്ണുങ്ങൾ അവളെ കണ്ട്, അവർക്കെല്ലാം അകത്തിലൊന്നസൂയ കൊണ്ട്. ഐഷു പെണ്ണതും ഇതും പറഞ്ഞുണ്ടാക്കി, ഐഷു പെണ്ണതും ഇതും പറഞ്ഞുണ്ടാക്കി. വീട്ടിൽ തല കണ്ട മുയുത്തപ്പോ മുസീബത്തായി, വീട്ടിൽ തല കണ്ട മുയുത്തപ്പോ മുസീബത്തായി. കൊച്ചിയിലെങ്ങും പെണ്ണില്ല, കോഴിക്കോട്ടും പെണ്ണില്ല, കൊയിലാണ്ടി ചെന്ന ഞമ്മള് പെണ്ണിനെ കണ്ട്. വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്, വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്. കൊച്ചിയിലെങ്ങും പെണ്ണില്ല, കോഴിക്കോട്ടും പെണ്ണില്ല, കൊയിലാണ്ടി ചെന്ന ഞമ്മള് പെണ്ണിനെ കണ്ട്. വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്, 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 സുന്ദരി പെണ്ണ്, സുന്ദരി പെണ്ണ്.
കടന്നു വരുന്നു. ഒരു അടിപൊളി പാട്ടാകല്ലേ അല്ലേ? പോക്കിരി രാജ എന്ന ഹിറ്റ് ഫിലിമിലെ കേട്ടില്ലേ കേട്ടില്ലേ എന്ന് തുടങ്ങുന്ന ഗാനവുമായി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു നമ്മുടെ പ്രിയങ്കരനായ ഭീമാപ്പള്ളിയുടെ മുത്ത് അൻവർ സാദർ, ഒപ്പം ലേഖയും. വെൽക്കം. കേട്ടില്ലേ കേട്ടില്ലേ എന്റെ കള്ളച്ചെറുക്കനു കല്യാണം, കേട്ടില്ലേ കല്യാണമേളം, കണ്ടില്ലേ കണ്ടില്ലേ എന്റെ ഏട്ടനൊരുക്കിയ സമ്മാനം, കനവിൽ കണ്ടൊരു മുത്താരം, കരളിൽ കവിരടിച്ചു കല്യാണം അമ്പിളി ചന്ദ്രകിണ്ണം നിറനിറഞ്ഞ വെണ്ണിലാവിൽ ചിരിമഴ നനയാ വന്നല്ലോ കല്യാണം. കേട്ടില്ലേ കേട്ടില്ലേ എന്റെ കള്ളച്ചെറുക്കനു കല്യാണം, കേട്ടില്ലേ കല്യാണമേളം, കണ്ടില്ലേ കണ്ടില്ലേ എന്റെ ഏട്ടനൊരുക്കിയ സമ്മാനം, കനവിൽ കണ്ടൊരു മുത്താരം. നിലവേ പോരൻ മുത്തിൻ കല്യാണത്തിന് കൂടാ, ആതിരാവിൽ നിലത്തിരി തുവൽ പോലെ നേട്ടമില്ലയോ, ഹൃദയ മധുരമണികയിലെ ദേവനാരുതേ കരടിച്ചു കല്യാണം അമ്പിളി ചന്ദ്രകിണ്ണം നിറനിറഞ്ഞ വെണ്ണിലാവിൽ ചിരിമഴ നനയാ വന്നല്ലോ കല്യാണം. മാമ്പു വിരിയും മേടക്കാറ്റി മണ്ണിൽ വീണ്ടും പാടി മായികമേതോ മോഹക്കാറ്റിൻ പേരിൽ വന്നു സ്നേഹസന്ധ്യകൾ, പ്രണയതരള മധുരരാവിലെ തുലേഖനീ കരളിൽ കകിലടിച്ചു വന്നല്ലോ കല്യാണം അമ്പിളി ചന്ദ്രകിണ്ണം നിറനിറഞ്ഞ വെണ്ണിലാവിൽ ചിരിമഴ നനയാ വന്നല്ലോ കല്യാണം. കേട്ടില്ലേ കേട്ടില്ലേ എന്റെ കള്ളച്ചെറുക്കനു കല്യാണം, കേട്ടില്ലേ കല്യാണമേളം, കണ്ടില്ലേ കണ്ടില്ലേ എന്റെ ഏട്ടനൊരുക്കിയ സമ്മാനം, കനവിൽ കണ്ടൊരു മുത്താരം. കൊച്ചിയിലെങ്ങും പെണ്ണില്ല, കോഴിക്കോട്ടും പെണ്ണില്ല, കൊയിലാണ്ടി ചെന്ന ഞമ്മള് പെണ്ണിനെ കണ്ട്, വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്, വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്,
കൊച്ചിയിലെങ്ങും പെണ്ണില്ല, കോഴിക്കോട്ടും പെണ്ണില്ല. കൊയിലാണ്ടി ചെന്ന ഞമ്മള് പെണ്ണിനെ കണ്ട് വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്, വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്. അലിക്കത്തും കുമ്മത്തും കാതിലുണ്ട്, അരിമുല്ല പണ്ടങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. അറബിക്കാർ തോൽക്കുന്നൊരറിവുമുണ്ട്, അറബിക്കാർ തോൽക്കുന്നൊരറിവുമുണ്ട്. പെണ്ണിന് കവിളത്തോരരിമ്പാറ കുരുന്നുമുണ്ട്, പെണ്ണിന് കവിളത്തോരരിമ്പാറ കുരുന്നുമുണ്ട്. കൊച്ചിയിലെങ്ങും പെണ്ണില്ല, കോഴിക്കോട്ടും പെണ്ണില്ല. കൊയിലാണ്ടി ചെന്ന ഞമ്മള് പെണ്ണിനെ കണ്ട് വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്, വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്. മയിൽ പീലി കണ്ണന്റെ മനസ്സിൽ കൊണ്ട് മധുരിച്ച മധുവുണ്ണാൻ കുണുന്തമ്പുണ്ട്. മണിമഞ്ചമൊരുക്കവേ പിടഞ്ഞ് ചിത്തം, മണിമഞ്ചമൊരുക്കവേ പിടഞ്ഞ് ചിത്തം. ഞമ്മള് മണവാട്ടിക്കേകിയൊരു മധുരമുത്തം, ഞമ്മള് മണവാട്ടിക്കേകിയൊരു മധുരമുത്തം. കൊച്ചിയിലെങ്ങും പെണ്ണില്ല, കോഴിക്കോട്ടും പെണ്ണില്ല. കൊയിലാണ്ടി ചെന്ന ഞമ്മള് പെണ്ണിനെ കണ്ട് വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്, വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്. അയലത്തെ പെണ്ണുങ്ങൾ അവളെ കണ്ട് അവർക്കെല്ലാം അകത്തിലൊന്നസൂയ കൊണ്ട് ഐശു പെണ്ണതും ഇതും പറഞ്ഞുണ്ടാക്കി, ഐശു പെണ്ണതും ഇതും പറഞ്ഞുണ്ടാക്കി. വീട്ടിൽ തല കണ്ട മുയുത്തപ്പ മുസീബത്തായി, വീട്ടിൽ തല കണ്ട മുയുത്തപ്പ മുസീബത്തായി. കൊച്ചിയിലെങ്ങും പെണ്ണില്ല, കോഴിക്കോട്ടും പെണ്ണില്ല. കൊയിലാണ്ടി ചെന്ന ഞമ്മൾ പെണ്ണിനെ കണ്ട്. അതെ, അബുദാബി വന്നിട്ട് കൊച്ചിയിലും പെണ്ണില്ല, കോഴിക്കോട്ടും പെണ്ണില്ല, കൊയിലാണ്ടി മാത്രം പെണ്ണുണ്ടെന്ന് പറഞ്ഞ ആരെങ്കിലും പ്രത്യേകിച്ച് അബുദാബിക്കാര് ചീത്ത വിളിക്കില്ലേ? ഒന്ന് മാറ്റി പാടണ്ടേ? അബുദാബിയിലും നല്ല സുന്ദരിമാരായിട്ടുള്ള പെണ്ണുങ്ങളില്ലേ? ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ആ കൊച്ചിയിലെങ്ങും പെണ്ണില്ല, കോഴിക്കോട്ടും പെണ്ണില്ല. അബുദാബി ചെന്ന ഞമ്മള് പെണ്ണിനെ കണ്ട് വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്, വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്. കൊച്ചിയിലെങ്ങും പെണ്ണില്ല, കോഴിക്കോട്ടും പെണ്ണില്ല. അബുദാബി ചെന്ന ഞമ്മള് പെണ്ണിനെ കണ്ട് വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്, വയനാട്
വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്, വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്, സുന്ദരി പെണ്ണ്, സുന്ദരി പെണ്ണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കാണ്. അന്ന് കൃഷി കമ്മിറ്റികൾ മറ്റ് ബന്ധപ്പെട്ട എൻ്റെ കുട്ടികൾ എല്ലാവർക്കും നമസ്കാരം. ഈ പങ്കായ പരിപാടി വിശിഷ്ട അന്വേഷണത്തിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിയുന്നത് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പിന്നെ കവൽ പരിപാടി പോയി പിന്നെ ഞാനവിടെ ഇരിക്കുമ്പോഴും എൻ്റെ എന്തോ പഠിക്കുമ്പോഴും കുറെ നല്ല പാട്ടൊക്കെ പറയുന്നതിനും ചീത്ത പറഞ്ഞാണ് ഞാനിപ്പോൾ കേട്ടത്. അങ്ങനെ പാട്ട് കേട്ട് എൻ്റെ സൗണ്ട് പോയി, എനിക്ക് സൗണ്ട് കേൾക്കുന്നില്ല. അങ്ങനെ പഠിച്ചേക്കും. അപ്പോൾ വേറെ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒക്കെ ആഘോഷിക്കാൻ അങ്ങനെ ഞങ്ങൾക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആശ ഫൗണ്ടേഷൻ, മെസ്സി ഫൗണ്ടേഷൻ ഇതൊക്കെ ഒത്തുചേർന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഒരു നല്ലൊരു പ്രോഗ്രാമാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ വെച്ചാൽ പിന്നെ നിങ്ങൾ പറയാൻ കൈ പിടിച്ചോണ്ട് വരുന്നുണ്ട്. ഒരു മണിക്കൂറല്ല, ഒരു ദിവസമല്ല, ഒരു വർഷവും ഞാൻ പിടിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് സമയം അസീമിന്റെ വാക്കുകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കണം. പിടിച്ചു നിൽക്കാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കറിയാം പല അവസ്ഥ. ഒരു 5 മിനിറ്റ് പിടിച്ചേക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. പറയുമ്പോൾ വലിയ പറച്ചിൽ പറയും, പക്ഷെ ഉള്ളിൽ ചെയ്യാൻ കഴിയും. അസീമിനെ ബാക്കപ്പ് നൽകിയാണ് അവർ വർഷം ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട്. അപ്പൊ ഞാൻ നിർത്തുന്ന വരെ എനിക്ക് പിടിച്ചിരുന്നാണ് പറഞ്ഞത്. ഒരു ചലഞ്ചാണ് ഏറ്റെടുക്കുന്നത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് എന്റെ മുന്നോട്ട്. അപ്പോ എല്ലാവരും കൈവച്ചോളി, നല്ല കൈവച്ചോളി. അപ്പോ എനിക്ക് പറയാനുള്ള അത്രയ്ക്ക് വലിയ കാര്യം ചെറിയ കാര്യമാണ്. ഞാൻ എന്നെ പോലുള്ള കുട്ടികളോട് എനിക്ക് പറയുന്നത്, നമ്മളൊക്കെ എന്താ പറയാ ഒരുപാട് കഴിവുകളാണ് അല്ലേ? അപ്പം ആ കഴിവുകളെ വികസിപ്പിച്ചെടുക്കേണ്ടത് നമ്മളാണ്. അപ്പം നമ്മൾ ആ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. എനിക്ക്
ഈ കാല് അത് കിട്ടിയതിപ്പോൾ കുറച്ചായി. അത് കിട്ടുന്ന വരെ എനിക്കത് കിട്ടണം എന്നൊരു എന്തായിരുന്നു ഭാഷയായിരുന്നു. അത് കിട്ടിയപ്പോഴാണ് അതിൻ്റെ പ്രയാസം എനിക്ക് മനസ്സിലായത്. അത് കിട്ടപ്പോൾ അതിൻ്റെ കിലപോക്ക് ഞാൻ താങ്ങുകയാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മളെ കഴിവിന് കുറച്ച് ഇറങ്ങുമ്പോൾ ശരി പറഞ്ഞാൽ നമുക്ക് ചെറിയ കഴിവുകളായിട്ട് കാണാം. പക്ഷെ ആ കഴിവുകളെ നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി വരും. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസിനൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടു, എല്ലാവരും ഇഷ്ടമൊക്കെ. അപ്പോൾ ഓരോക്കെ ഞാൻ ഒരുപാട് ഇതിൻ്റെ ഫീൽഡിൽ ഒരു കാഴ്ചകളൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ നമ്മളൊക്കെ ഈ നിലയിലെത്തിയിട്ടുണ്ടാകും. അമർഷാക്കാരെന്ന് പറയാം. അമർഷാക്കാരെ ചിരിച്ചോണ്ടൊക്കെ ആ കാണുമ്പോഴൊക്കെ ഭയങ്കര ചിരി, എന്നെക്കാട്ട് വലിയ ചിരി. അതേപോലെ ചിരിക്കാൻ നമുക്കാരും കഴിയില്ല, ഇല്ലല്ലോ. അതാ ഓരോരുത്തരും ചിരിച്ച് പറയുന്ന മേഖലയ്ക്ക് ചിരിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് വൈകുന്നേരം 7 മണിക്കൂർ പോയാലും സാരമില്ല. കാരണം നമ്മുടെ പ്രിയപ്പെട്ട അസീമിനെ പോലത്തെ ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വളരെ മനോഹരമായ പ്രോഗ്രാമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അസീമിന്റെ വാക്കുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും എല്ലാവരും എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പ്രയാസവും ഇല്ല, നമുക്ക് തുടരാം. അപ്പം പ്രയാസമില്ലാന്ന് ഞാൻ പറയുന്നു, അത് രക്ഷയില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കാൻ അല്ലേ. അപ്പം അത് വലിഞ്ഞെടുത്ത് കഴിയും. എനിക്ക് സംസാരം നിർത്തുന്ന വരെ പിടിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് പല പറഞ്ഞ വാക്കും മുമ്പ് പാടുന്നത് അവർക്ക് ഉറപ്പായി. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഒക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവരാണ്. അപ്പോൾ ആ ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല. ആ ആഗ്രഹങ്ങൾ നമ്മൾ പുറത്തേക്ക് പറയും, മറ്റുള്ളവരെ പറയും. അപ്പോഴാണ് നമുക്ക് ആ ആഗ്രഹം സാധ്യമാകുക. അതിന് ഞാനും എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ആ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നത്. പിന്നെ ഇവരെ അറിയുന്നവരുണ്ടാകും, അറിയാത്തവരുണ്ടാകും. പക്ഷേ നമ്മൾ എന്നെ സ്നേഹിക്കുന്നവരുണ്ടാകും, ഞാൻ സ്നേഹിക്കുന്നവരുണ്ടാകും. അമർഷാങ്കളുടെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ അതിജീവിച്ചിട്ടാണ് അമർഷാങ്കൊക്കെ പിന്നെ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണും. ഞാൻ എല്ലാവർക്കും ഒരേ കാര്യമൊക്കെ പറയണത്, ഒരുപാട് സ്വപ്നങ്ങൾ. ഈ സ്വപ്നങ്ങൾ കാരണം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ആരാണറിയോ? എല്ലാവരും മൂടില്ലാതിരിക്കുമെന്നാ ഉഷാറായിട്ടൊക്കെ മൂലമായി ഒന്ന് ഉഷാറായിട്ടൊക്കെ എല്ലാവരും അറിയല്ലേ. അപ്പം പറയും അവർക്ക് ആരാണ് സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചിട്ടുള്ളത്? ആരാണ് പറയാൻ ആവശ്യമാണ്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ എന്നെപ്പോലെ നിൽക്കുന്ന ഏറ്റവും വലിയ വിജയിച്ച് പറഞ്ഞാൽ എന്നെപ്പോലെ നിൽക്കുന്ന ഒരാളല്ല, ഞങ്ങളെപ്പോലെ ഉള്ളവരല്ല ഏറ്റവും വലിയ വിജയിച്ചുള്ളത്. ഏറ്റവും വലിയ വിജയിച്ചുള്ളത് അതായോ? പേടിയുള്ളവരാണ്. ആണോ? അതെ, ഈ പേടിച്ച് നിൽക്കുന്നവരല്ലേ ഏറ്റവും വലിയ വിജയിച്ചുള്ളവർ ആണോ? അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് കുട്ടികൾ ഒരുപാട് വീടിനുള്ളിൽ ഒന്നും കഴിയുന്നവരുണ്ട്. അവരൊക്കെ എന്താ പറയുക, മറ്റുള്ളവരുടെ നോട്ടൊക്കെ കണ്ടിട്ട് അവർക്ക് എന്താ പറയുക മാക്സിമം മാക്സിമം അവരൊക്കെ
വീടിനുള്ളിൽ പക്ഷേ അങ്ങനെ നിന്നാൽ ഞാനും അങ്ങനെ നിൽക്കേണ്ട ഒരാളായിരുന്നു. ഞാൻ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ വെറുതെ നോക്കുമ്പോൾ എനിക്കും ഒരുപാട് പരിശ്രമമൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് മനസ്സിലായി ശരിയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കൂടെ എനിക്ക് ഒരുപാട് കഴിവുകൾ കൊണ്ടെടുക്കാനുണ്ട്. അപ്പം അത് എന്നെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഞാൻ ഇപ്പോൾ അടുത്ത് ആലുവ വിജയാവി വരെ നീണ്ടിട്ടാണ്. അപ്പോൾ അത് നീണ്ടിട്ടാക്കാൻ എനിക്ക് പറ്റിയത് എൻ്റെ ഈ ശരീരം ഉള്ളതുകൊണ്ടാണ്. അല്ലേ, എൻ്റെ ഈ ശരീരം തന്നുകൊണ്ടാണ് എനിക്ക് ആ വിജയാവി നീണ്ടിട്ടെത്താൻ കഴിയുന്നത്. എൻ്റെ സാറ് എന്നോട് പറഞ്ഞിട്ടറിയോ, എല്ലാവരും നീന്താൻ പഠിക്കുന്ന എല്ലാവരുടെയും ലാസ്റ്റ് സ്റ്റെപ്പാണ് നിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. എനിക്കപ്പായില്ലേ, അപ്പൊ ഏറ്റവും സുഖമായിട്ടാണ് എനിക്കാണ്. അപ്പോൾ നമ്മള് കുറവ് നമുക്ക് ഒരു നെഗറ്റീവ് കാര്യം പോസിറ്റീവ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് പോസിറ്റീവ് മാത്രം ചിന്തിക്കുക. പിന്നെ ഞാൻ ഈ APJ അബ്ദുൽ കലാം സാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്വപ്നം കാണുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സ്വപ്നം കാണുന്ന APJ അബ്ദുൽ കലാം സാർ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനും ഒരു സ്വപ്നം കണ്ടു. അങ്ങനെ ആ സ്വപ്നം കാണാൻ വെച്ചാൽ ഞാൻ ചെറുപ്പത്തിൽ കണ്ട സ്വപ്നമാണ് ദുബായിൽ പോയത്. ദുബായിൽ പോയിട്ട് ബുർജ് ഖലീഫയുടെ അടുത്ത് പോയിട്ട് സ്വപ്നം കണ്ടത്. അങ്ങനെ ഞാൻ നേരെ എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് പോയി. രാവിലെ എണീറ്റിട്ട് ഉപ്പാൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അപ്പാ ഞാൻ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, ഞാൻ ദുബായിൽ പോകണം, ഞാൻ ബുർജ് ഖലീഫയുടെ സ്വപ്നം കണ്ടത്. അപ്പോൾ എന്നോടൊപ്പം പറഞ്ഞുണ്ടായിരുന്നു, ആദ്യമേ നടക്കാത്ത കാലം ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു APJ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സ്വപ്നം കാണുന്നു. അവൻ പറഞ്ഞു അതൊക്കെ ശരിയാണ്, പക്ഷെ എത്രക്കും വലിയ സ്വപ്നം നമ്മളെ ഉണ്ടാകും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പരീക്ഷ അങ്ങനെയാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചങ്ങനെ ആ സ്വപ്നം വെച്ചിട്ടാണ്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം പിന്നെ ഞാൻ ഒരു അനുഭവത്തിൽ ഞാൻ ദുബായിൽ എനിക്ക് പോകാൻ പറ്റി. അങ്ങനെ പോയി സ്വപ്നം ഞാൻ കണ്ടിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ ഉച്ചക്ക് കയറി 123ാമത്തെ ഫ്ലോറിൽ എനിക്ക് നിൽക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് പിന്നെ സ്വപ്നങ്ങൾ കാണുന്നു. എന്താ പറയുക, ഒരു ഭാഷയായി. ഇപ്പം എൻ്റെ സ്വപ്നം എന്താ അറിയോ? നമുക്ക് സ്വപ്നം കാണാൻ എനിക്ക് അനുഭവമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ സ്വപ്നം ഒരു ഫ്ലൈറ്റ് പറക്കണം. നടക്കോ ഞാൻ ഒറ്റ നടക്കൂല, ഇല്ലല്ലോ, എല്ലാവരും സംഭവം. അപ്പോൾ എല്ലാവരും എനിക്ക് സംഭവം എടുക്കോ. പിന്നെ ഞാൻ അപ്പോൾ എനിക്ക് മാത്രമല്ല സ്വപ്നം കാണാനുള്ള അവകാശം, എല്ലാവർക്കും സ്വപ്നങ്ങൾ കാണാനുള്ള അവകാശം. നിങ്ങളൊക്കെ എന്നെ സ്വപ്നം കാണോ? നല്ല സ്വപ്നം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഒരു ചെറിയ ഒരു ഫൗണ്ടേഷൻ, അപ്പോൾ എല്ലാവരും പിന്നെ എൻ്റെ ഒരു എൻ്റെ മോട്ടിവേഷൻ ഗുരു, എന്നെ നീന്തൽ പഠിപ്പിച്ച ഗുരു എൻ്റെ സജിസാറാണ്. ആ ലെവലാണ് സജിസാറ്. ആ നീന്തുമ്പോൾ പക്ഷെ എൻ്റെ സപ്പോർട്ട് ഉണ്ടാവില്ലേ. അപ്പോൾ നീന്തുമ്പോൾ ഞാനും എൻ്റെ ഗുരു സജിസാറും ഒരു സന്ദേശം വഹിച്ചു. അല്ലാണ്ട് എൻ്റെ ഒരു പബ്ലിസിറ്റി തരാനല്ല ഞാൻ നീന്തിയത്. അങ്ങനെ നീന്തുമ്പോൾ ഒരു സന്ദേശം വഹിച്ചാണ് നീന്തി. നീന്തൽ അറിയാത്തതിൻ്റെ പേരിൽ ലോകത്ത് ആരും മുങ്ങി മരിക്കരുത്. അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും നീന്തൽ പരിശീലിക്കണം എന്ന ഒരു സന്ദേശം ലോകത്തെ അറിയിക്കുക എന്നൊരു ഉദ്ദേശം വെച്ചിട്ടുണ്ട്. ഇതാർക്കും എന്താണ് അറിയില്ല, ആർക്കൊക്കെ അറിയാം, നീന്താനായിട്ട് കഴിയാം, കഴിവൊക്കെ ഇതാണ് പരിപാടി. കഴിവൊക്കെ നീന്താൻ അറിയുന്നത് മാത്രം. അയ്യേ കുറച്ചാൾക്ക് അറിയാലോ, കുറച്ചാൾക്ക് അറിയാലോ.
അപ്പോൾ ബാക്കിയുള്ളവർക്ക് നീന്താൻ പഠിച്ചേ ഞാൻ പഠിപ്പിച്ചില്ല കേട്ടോ. അപ്പോൾ നീന്താൻ അറിയാത്തവർ ഇതിൻ്റെ ഒരു സംസാരിൻ്റെ അറിവിൽ അവർക്ക് പോവാം. ഇതൊക്കെ കണ്ണൂരിൻ്റെ അറിവിലേക്കാണ് കുറച്ച് ദൂരമല്ലോ, നമുക്ക് അപ്പോൾ അവർക്ക് പോയാൽ മതി. അപ്പോൾ നീന്തൽ പഠിക്കേണ്ട ഗുണം എന്താ അറിയോ? എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട അസീം വെള്ളിമണ്ണ നിർത്താനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നീന്തൽ അറിയുന്നവരെന്ന് കൈവക്കാൻ വേണ്ടി അസീം പറഞ്ഞത്, അസീം അതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളടുത്ത് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് കൈവക്കി നീന്തൽ അറിയുന്നവർ. എനിക്ക് 10-22 പേരൊക്കെ ഉണ്ട്. യെസ്, ഇപ്പൊ കുറച്ചുകൂടി കൂടിയല്ലോ. എന്റെ നേരത്തെ അങ്ങനെ നോക്കി ഉഷാറില്ലേ കണ്ണൂരാൾ പഠിപ്പിക്കണ്ട് ഉഷാറായിട്ട്. അപ്പോൾ നീന്താനുള്ള ഗുണം എന്തായാലും നമുക്ക് എക്സസൈസും ആയി, കുളിക്കലും ആയി, അപ്പോൾ എന്തോ ആയി. അപ്പോൾ പിന്നെ വേറെ ജിമ്മിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും നീന്തൽ പഠിക്കണം. പഠിക്കൂലേ? പഠിക്കാം. അപ്പോൾ ഇത് ഞാൻ അവസാനമായിട്ട് പറയാൻ വിചാരിക്കുന്നത് ഇത് ഒരു മോട്ടിവേഷൻ കുഞ്ഞാക്ക വരണോ? കുഞ്ഞാക്ക പോയി. അപ്പോൾ കുഞ്ഞാക്കൻ്റെ വാക്കുകളാണ് ഞാൻ പറയുന്നത്. നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി. ഒന്ന് പറഞ്ഞ ഉഷാറില്ല പറയേ, ഒക്കെ പറയേ. നല്ല ചിന്ത, നല്ല ചിന്ത, നല്ല ചിന്ത. നിങ്ങളല്ലേ നടക്കുമ്പോൾ ധരിച്ചത് അല്ലേ? എന്നിട്ട് നിങ്ങളെ വിചാരിച്ചോ നല്ല ചിന്ത, നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല വാക്ക്, നല്ല പ്രവൃത്തി, നല്ല പ്രവൃത്തി, നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി, നല്ല വേദനയൻ പോരാ, നല്ല വേദനയൻ പറയും. നല്ല വേദനയൻ, നല്ല വേദനയൻ, നല്ല ഇന്ത്യക്കാരൻ, നല്ല ഇന്ത്യക്കാരൻ, നല്ല പോലെ. ഓർമ്മയുണ്ടോ? ഒന്ന് കേൾക്കുമെന്ന് പറയേ. നിൽക്കൊന്നും കേൾക്കുന്നില്ല, ഒക്കെ പറയേ. എന്തായാലും ചോദിച്ചാലും ചാടാം. ഞാനിവർക്ക് പറയാൻ പറഞ്ഞാലും ചാടില്ല, ചോദിച്ചാണില്ല, എല്ലാവരും ചോദിച്ചാണില്ല. ഒന്നുകൂടി പറയേ. ഒന്നുകൂടി ഒക്കെ പറയും. നല്ല ചിന്ത, നല്ല ചിന്ത, നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല വാക്ക്, നല്ല വാക്ക്, നല്ല പ്രവൃത്തി, നല്ല പ്രവൃത്തി, നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി. ഒന്നുകൂടി പറഞ്ഞ ശരി. നല്ല കേരളീയൻ, നല്ല ഇന്ത്യക്കാരൻ, നല്ല പോലെ. ഓരോരുത്തരും ഓരോ സ്റ്റൈലാണ് പറയുന്നത്. എല്ലാവരും ഓരോ സ്റ്റൈലിൽ പറയും. ഇത് ഓരോരുത്തരും തോന്നുമ്പോൾ പറയുന്നത്. ഓരോരുത്തർ പറയും നല്ല ചിന്ത, ഞാൻ വേറെ നിർത്തണമെന്ന് പറയും. നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി, നല്ല വേദനയൻ, നല്ല ഇന്ത്യക്കാരൻ, നല്ല പോലെ. ഇത് പറയിഷ്ടം. നല്ല കേരളീയൻ, നല്ല ഇന്ത്യക്കാരൻ, നല്ല പോലെ. നിനക്ക് ഓർമ്മ കണ്ടോ അല്ലേ? അപ്പൊ പറഞ്ഞ അയാള് ബെസ്റ്റ്. ഞാൻ നല്ല കുട്ടിയാണ് പറയും. ഞാൻ നല്ല കുട്ടിയാണ്, ഞാൻ നല്ല കുട്ടിയാണ്, ഞാനല്ല നിങ്ങൾ. നിങ്ങൾ പറയും ഞാൻ നല്ല കുട്ടിയാണ്, ഞാൻ നല്ല കുട്ടിയാണ്, ഞാൻ നല്ല കുട്ടിയാണ്. You are the best. You are the best. You
You are the best. നിങ്ങൾ നല്ല കുട്ടിയാണ് അല്ലേ? എന്റെ കൂട്ടുകാരൻ നല്ല കുട്ടിയാണ്. അതെ അതെ, എന്റെ കൂട്ടുകാരൻ നല്ല കുട്ടിയാണ്. ഒക്കെ പറയും, എന്റെ കൂട്ടുകാരൻ നല്ല കുട്ടിയാണ്. ഒക്കെ പറയും. അങ്ങനല്ല, എന്റെ കൂട്ടുകാരൻ നല്ല കുട്ടിയാണ്. ഞാൻ പറഞ്ഞില്ല നോമ്പ് പോകാൻ വേണ്ടി. We are the best. അല്ലേ? We are the best. അതെങ്ങനെ പറയും? We are the best. We are the best. We are the best. ഒക്കെ പറയും. ഒരു 10 വട്ടങ്ങൾ തന്നെ പറയും. തന്റെ ശരീരത്തിന്റെ പരിമിതിയൊക്കെ ഈ കേരളത്തിലെ ഈ ലോകത്തിന് തനിക്ക് എല്ലാ കാര്യങ്ങളും ആകും എന്ന് ആത്മവിശ്വാസം, ദൃഢനിശ്ചയൊക്കെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട യുവത്വത്തിന്റെ പ്രതീകമായ വസീം വെള്ളിമണ്ണിക്ക് നല്ലൊരു കൈയടി ഒരിക്കൽ കൂടി നൽകി. അദ്ദേഹത്തിന് വളരെ മനോഹരമായ വസീം വെള്ളിമണ്ണിക്ക് വളരെ മനോഹരമായ ഉപഹാരം നൽകാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട വസീമിന്റെ ബാപ്പയെ വളരെ സ്നേഹത്തോടെ വായിക്കുന്നു. ഒപ്പം തന്നെ അമർസ ഫൗണ്ടേഷന്റെ അമർസനെ വളരെ സ്നേഹത്തോടുകൂടി വായിക്കുകയാണ്. രണ്ടുപേരെയും വായിക്കുന്നു. ഒപ്പം തന്നെ മേസി ഫൗണ്ടേഷന്റെ റാഷിദ് ഭായിയെ ക്ഷണിക്കുന്നു. ഒരു നിറഞ്ഞ കയ്യടി ഒരിക്കൽ കൂടി നൽകണം നമ്മുടെ പ്രിയപ്പെട്ട വസീമിന്റെ അടുത്ത്. ഞാനടക്കം നിങ്ങളടക്കം എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. എന്തായാലും നമുക്കിനി മറ്റൊരു വേദിയിൽ വസീമിന്റെ വാക്കുകൾ കേൾക്കണം. ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ കൈയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് അവാർഡ് നൽകാം. പ്ലീസ് put your hands together. Thank you so much. വസീമിനെ ഒരുപാട് സ്നേഹ സംഘാടകർ അറിയിക്കുകയാണ്. മിഹ്റാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റ് തണുപ്പിച്ച കാറ്റ് സ്വർഗപ്പൂന്തോട്ടത്തിൽ പാർക്കുമ്പുറാക്കന്റെ സ്വപ്നമായി മണ്ണിലിറങ്ങിയില്ലേ? സ്വർഗപ്പൂങ്ങൾ ആലമുൾകൊയ്പുകൾ ആമിന കോമന കണ്ടതില്ലേ? ആമിന കോമന കണ്ടതില്ലേ? മേറാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ